ഗോവിന്ദചാമിയുടെ ജയിൽച്ചാട്ടമാണ് ഇന്ന് പ്രധാന വാർത്ത. മലയാളികൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതാരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരത്തിൽ അത് ഗോവിന്ദചാമി. 2011 ഫെബ്രുവരിയിൽ ട്രെയിൻ യാത്രക്കാരിയായ ഒരു യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് പീഡിപ്പിക്കുകയും മാരകമായി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയാണ് തമിഴ്നാട് കടയൂരിലെ വരം സ്വദേശിയായ ഗോവിന്ദചാമി. പിടിയിലായ ഗോവിന്ദചാമിയെ 2011 നവംബർ 11 തൃശൂർ കോടതിയിൽ വധശിക്ഷയ്ക്ക് വിധിച്ചു. എങ്കിലും 2016 സെപ്റ്റംബറിൽ വധശിക്ഷ റദ്ദാക്കുകയും ജീവപര്യന്ത തടവ് നൽകുകയും ചെയ്തിരുന്നത്. ആദ്യചത്ത ഒരു പെൺശരീരത്തെ പീഡിപ്പിക്കാൻ ഇല്ലാത്ത ഇയാൾ സൈനികന്റെ മകനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അയാൾ സൈനികന്റെ മകനാണ്. പലർക്കും വിശ്വസിക്കാൻ ആവില്ലാത്തൊരു കഥ. ആർമിയിലെ ഒരു സൈനികന്റെ മകനായിരുന്നു ഗോവിന്ദചാമി. സൈനികനാണെങ്കിലും സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം കടുത്ത മദ്യപാനിയായിരുന്നു അയാൾ. കുടുംബത്തിന്റെ സ്വത്തൊക്കെ കള്ളു കുടിച്ചു വിറ്റ് നശിപ്പിച്ചു. അതോടെ ഗുണ്ടാപ്പണിയിലേക്കും മോഷണങ്ങളിലേക്കും തിരിഞ്ഞു അദ്ദേഹം. പിതാവിന്റെ പീഡനം സഹിക്കവയ്യാതെ അദ്ദേഹത്തിന്റെ അമ്മ മാനസിക രോഗിയായി എന്ന് പറയപ്പെടുന്നു. അമ്മ ഏതോ അപകടത്തിൽ മരിച്ചു എന്നാണ്. മാതാപിതാക്കളുടെ മരണശേഷം ഇവർ അത് തൊഴിലാക്കി മാറ്റി മറിച്ചു. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള മോഷണത്തിലൂടെയായിരുന്നു തുടക്കം. മാതാപിതാക്കൾ മരിച്ച ശേഷം ഗോവിന്ദചാമിയും ഗോവിന്ദചാമിയുടെ ചേട്ടനും ക്രിമിനൽ പ്രവൃത്തികളിലേക്കും തിരക്കേറിയ ട്രെയിനിൽ കയറുക, മാല പൊട്ടിക്കുക, പോക്കറ്റ് അടിക്കുക, അതേപോലെ മദ്യം കടത്തുക. മിക്കയിടത്തും വ്യാജകന്റെ വേഷത്തിലായിരുന്നു മോഷണം. ഈ സമയത്തൊക്കെ ഇടതുകൈയുണ്ടോ അതോ ഏതോ അപകടത്തിൽ പോയതാണോ എന്നൊന്നും ഗോവിന്ദചാമി വിശദീകരിച്ചിട്ടില്ല. അതിഭീകരമായ ക്രിമിനൽ മൈൻഡുള്ള സെക്സ് സൈക്കോ എന്നാണ് വിശദീകരിപ്പിക്കുന്നത്. മുംബൈയിൽ നിന്ന് അതിഭീകരമായ ഗ്യാങ്ങുകളിലേക്ക് എത്തുകയും മുംബൈയിൽ ഒന്നിനും ഒരു പഞ്ഞമില്ലായിരുന്നു. സാധാരണ മനുഷ്യരെ പോലെ ഇവരൊന്നും സൈക്കോപാത്തുകൾ ജീവിച്ചിട്ടില്ല. റെയിൽവേ ആയിരുന്നു പ്രധാനമായ വേട്ടയ്ക്കുള്ള ഇടം. കുട്ടികളെയും കടത്തി ഭിക്ഷ എടുപ്പിച്ച്. സബ്സ്ക്രൈബ് ഗൈസ്.